എൻ്റെ പേര് ഡോക്ടർ അൽഫോൺസ്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് സീതാറാമിലാണ്. അവർക്കൊരു വൺ ഓഫ് ദ ബെസ്റ്റ് GP മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സീതാറാം. അതൊരു 32 ബെഡഡ് IP ഒരു റിട്രീറ്റ് പ്ലസ് ഹോസ്പിറ്റൽ പോലെ ഒരു ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പേഷ്യൻസ് ഉണ്ട്. RMO ആണ് ഞാനും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വേറെ 2 RMOs ഉണ്ട്, സൂപ്രണ്ടൻറ്റും ഉണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു NABH ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് നേരെ കയറുമ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ് ലിമിറ്റേഷൻസ് ഉള്ളത്. സൂപ്രണ്ട് എഴുതുന്ന മെഡിസിൻസ് എഴുതുന്നു, അല്ലെങ്കിൽ അവർ പറയണം IP ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. അതിനപ്പുറത്തോട്ടൊന്നും എനിക്കവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാനും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നമുക്കവിടെ സ്കിൻ ഡിസീസസും കുറച്ച് പർട്ടിക്കുലർ ഡിസീസാണ് നമ്മളവിടെ എടുക്കുന്നത്. ഒരു എല്ലാ ഡിസീസും നമ്മൾ എടുക്കത്തില്ല, കുറച്ച് ഡിസീസ് നമ്മളവിടെ എടുക്കുള്ളൂ. അപ്പോൾ അതിലൊന്ന് സ്കിൻ ഡിസീസസ് ആണ്. ഞാൻ ജോയിൻ ചെയ്തു, ഈ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സൂപ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ് സ്കിൻ കേസസ് കംപ്ലീറ്റ്ലി ഇനി ഡോക്ടർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ മെഡിസിൻസ് കണ്ടിന്യൂ, ഇപ്പോൾ ഫോറിൻ പേഷ്യൻസ് ആയിരിക്കാം, അവർക്കൊക്കെ 2 to 3 months അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഈ ലീഷൻസ് അതിൽ നിന്നുള്ള ഊസിങ് കുറയുമ്പം തന്നെ അവർക്കതൊരു ഡിഫറൻസ് ആണ്. ഇപ്പം അവിടെ വരുന്ന ഒരു 1.5 year ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ 1.5 year ഒരു 6 months പോട്ടെ, 1 year അവിടെ വരുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് മൊത്തം ഇൻക്ലൂഡിങ് ഈ ചെറിയ ചെറിയ ആക്നെ പോലത്തേതും എല്ലാം സാറ് കംപ്ലീറ്റ് ആയിട്ട് എനിക്കാണ് തരുന്നത്, ഞാനാണ് മാനേജ് ചെയ്യണേ. അപ്പോൾ വിത്തിൻ ഒരു 1 year, അതായത് എൻ്റെ കരിയർ തുടങ്ങിയിട്ടും ഇത്ര നാളായിട്ടുള്ളൂ. അപ്പോൾ അതിൽ സ്കിന്നിൽ എനിക്ക് കുറച്ചെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. താങ്ക് യു.